മാസത്തിലൊരു 5-6 തവണയെങ്കിലും എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വിസിറ്റിങ്ങിന് വരലാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന ഹോബികളിലൊന്ന്. വന്നു കഴിഞ്ഞാൽ പറമ്പിലൊക്കെ ഓടി നടക്കുക, അത് തന്നെ പരിപാടി. ഇത് കണ്ടോ, അന്ന് അണ്ണാൻകുഞ്ഞ് കൂട് കൂട്ടിയ ആ ഒരു ചക്ക ഇരിക്കുന്ന മരമാണത്, പ്ലാവ്. ഞങ്ങളുടെ പറമ്പിൽ ഏറ്റവും ആദ്യം പൂവിടുന്നതും കായ്ക്കുന്നതും മൂക്കുന്നതും ഒക്കെ ഈ പ്ലാവ് മേലെ ചക്കയാട്ടോ. പഴഞ്ചക്ക എന്ന് പറയും, നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്ത് പറയാമെന്ന് എനിക്കറിയില്ല. ഈ പഴഞ്ചക്ക പാകമായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പ്രധാന പരിപാടി ഇതുകൊണ്ട് ചക്കപ്പം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. ഇന്നിപ്പോൾ അമ്മ ഞങ്ങൾ വന്ന സമയമായതുകൊണ്ടും കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇതിന് ഒരാഴ്ച മുന്നേ ഞങ്ങളില്ലാത്ത സമയത്ത് അവർ കുറച്ച് ഉണ്ണിയപ്പം ചുട്ടിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കും കൂടെ ഉണ്ണിയപ്പം ചുട്ട് തരാം. അപ്പോൾ അതിന് വേണ്ടി അമ്മ നല്ലോണം മാവൊക്കെ സെറ്റ് ചെയ്തു. ശേഷം ഉണ്ണിയപ്പം ചൂടാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഉണ്ണിയപ്പക്കാരയിലേക്ക് നല്ലോണം ചൂടായതിന് ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു മാവ്, അമ്മ ഉണ്ടാക്കി വെച്ച മാവ് ഞാൻ ഓരോന്നോരോന്നായി ഒഴിച്ച് കൊടുക്കുകയാണ്. പൊട്ടിത്തെറിയും ചീറ്റലും ഒക്കെ ഉണ്ട്. അമ്മ ഉണ്ടാക്കുന്ന അത്ര ഷേപ്പൊന്നും കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. എനിക്കിതല്ലല്ലോ സ്ഥിരം പരിപാടി. പിന്നെ ഇതിന് ഞാൻ ചുടുന്ന ഈ ഒരു ഉണ്ണിയപ്പത്തിന് കൊമ്പും പാലും കണ്ണും മൂക്കും ഒക്കെ ഉണ്ട്. മുയലിൻ്റെ ചെവി പോലെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ അതിനെപ്പറ്റി ഉപമിച്ചേരാം. തിരിക്കുമ്പോഴാണെങ്കിൽ മറ്റേ തഞ്ചാവൂർ പാവ കണക്കെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് അമ്മേൻ്റെ അടുത്ത് നിന്ന് കിഴുക്കും കിട്ടി. അമ്മ പറഞ്ഞു, ഉണ്ണിയപ്പം ചുടുന്ന സമയത്ത് അങ്ങനത്തെ തോന്നിയാസൊന്നും പറയാൻ പാടില്ല. നമ്മൾ പൊതുവെ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണ്ണിയപ്പത്തിന് ഉള്ളിലൊരു തരിതരി പോലെ ഉണ്ടാകും. എനിക്ക് ആക്ച്വലി ആ ടൈപ്പ് ഇഷ്ടമില്ല. ഞങ്ങളിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ചക്കയ്ക്ക് പകരം പഴം ഇട്ടാലും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. പിന്നെ കുറച്ച് ചെറിയ ടൈപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എത്ര തിന്നാലും മതി വരില്ല.